ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നിവിടെ എൻഗേജ്മെന്റിന് വന്നിട്ടുള്ള എല്ലാവരെയും ഹാർട്ട്ലി വെൽക്കം. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് മിസ്റ്റർ സുഭാഷ്, എൻ്റെ ബ്രദർ ഇൻ ലോ. ഹീസ് എ വെരി ഗുഡ് സക്സസ്ഫുൾ ബിസിനസ് മാൻ. ഇന്നത്തെ ഈ ചടങ്ങിന് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിദ്ധു സിദ്ധു, എന്നെ ഒന്നും ചെയ്യല്ലടാ, എന്നെ വിട്ടേക്കടാ. ഞാൻ ഈ നാട് വിട്ട് എന്നെ പോയിക്കോളടാ. നീ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നിന്നെ വെറുതെ വിടാൻ വേണ്ടി നീ കംസനൊന്നും അല്ലല്ലോ, ഞാൻ കൃഷ്ണനും അല്ല, ഞാൻ സൈലന്റ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഡോക്ടർ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാ ഡോക്ടർ? അതാ അവനെ കൊന്നുകളഞ്ഞേ. അതല്ല ഡോക്ടർ എന്താ ഇവിടെ? ഇന്ന് ഇന്ന് എൻ്റെ അനുജത്തിയുടെ എൻഗേജ്മെന്റാ. ഡോക്ടറുടെ പെങ്ങളോ? അല്ല, എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാ നിങ്ങളുടെ പെങ്ങള്? ഇതാ എൻ്റെ അനുജത്തി. ശരി, ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇവൾക്കാണോ എൻഗേജ്മെന്റ്? എന്റെ മറ്റോടല്ലേ ചത്തെടുക്കുന്നത്? അയ്യോ, ആരാ ചേട്ടനെ അടിച്ചു വീഴ്ത്തിയത്? ചേട്ടാ ചേട്ടാ എണീക്ക്, എണീക്കേട്ടാ. എന്തു പറ്റിയേട്ടാ? എണീക്കേട്ടാ. ഡോക്ടർ, എനിക്ക് പ്രേമരോഗം വന്നെന്ന് പറഞ്ഞത് ഡോക്ടറല്ലേ? എടാ, ആ ബോട്ടിൽ വെള്ളമുണ്ടോ? ചേട്ടാ, ആ രോഗത്തിന് ആരാ കാരണമെന്നറിയോ? ആരാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാരാന്നറിയോ? നിങ്ങളുടെ പെങ്ങളാ, എന്റെ ചെറി. കളിക്കടാ. ശരി ഏട്ടാ, ശരി. ചേട്ടാ, സിദ്ധു, നീ എൻ്റെ അനിയത്തിയെ... ഡോക്ടർ, ഇന്ന് മുതൽ നിങ്ങളും ഞാനും അളിയനും നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തില് താലി കെട്ടാൻ പോകുന്ന ആള് ഞാനാ. മോളെ, മോളെ, ചേട്ടത്തി, മോളെ, മോളെ. അയ്യോ മോനെ. ഹേയ്, അത് വേസ്റ്റ് ചെയ്യണ്ട. ഡോക്ടർ, ഞാൻ എങ്ങനെയാ എന്താന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. എൻഗേജ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വെക്കോ. ഹേയ്, പോലീസ് വന്ന് അവിടെ സാക്ഷിക്ക് ആള് വേണ്ടേ? എല്ലാവരും കൂട്ടിട്ട് പോയിക്കോ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. നമുക്ക് സാർ. നമസ്കാരം സാർ. മരിച്ചുപോയത് ആരാ? വാസൻ എലിയാസ് വാസൻ. ആരാ കൊന്നത്? സാറാ സൈലന്റ് സിദ്ധുവാൻ സാർ. എനി വിറ്റ്നസ്? ഇല്ല സാർ. അപ്പൊ അവനാണ് കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? സാർ, സിദ്ധുവാണ് കൊല ചെയ്തത്, പക്ഷെ സാക്ഷിയില്ല സാർ. ആ സിദ്ധുവിന്റെ വയലൻസ് ഈട് കുറച്ച് കൂടി വരുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ആയിക്കോട്ടെ, നടക്കട്ടെ. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ കുടുങ്ങും. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ചേട്ടാ, സിദ്ധു, ഇറങ്ങി വാടാ. ചേട്ടനെ പേര് പറഞ്ഞു വിളിക്കുന്നോ? നീയൊക്കെ ഏതാടാ? നിന്റെ ചേട്ടനെ വിളിക്കടാ. ചേട്ടാ വാ ഏട്ടാ. എന്റെ ചേട്ടനെ വിളിക്കടാ. നീ എന്താടാ ഈ കാണിക്കുന്നേ? കൊലച്ചുകളയും. എന്താടാ കാലത്തെ കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നേ? ആണല്ലേ?
നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ പിന്നെ ഞാൻ പിന്നെ കള്ളു കുടിക്കാതെ വേറെ എന്തെങ്കിലും ആണോ ചെയ്യാൻ പോകുന്നത്? അത് ചേട്ടാ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എടാ അവനെന്റെ ഫ്രണ്ടാ. അവനെന്തോ പ്രശ്നമായിട്ട് അവൻ കുടിച്ചിട്ട് വന്നെന്ന് തോന്നുന്നത്. ഇവന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞോളാം. നീ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാ. എന്തു പറ്റിയടാ? എടാ സിദ്ധു, ഞാനിങ്ങനെ ഒന്നും നടക്കുന്നത് എനിക്ക് പോലും ഇഷ്ടമല്ലടാ. അത് നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ. എന്റെ ഭാഗത്തുനിന്നോ? എന്തോന്നാടാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഡാ, ഓവറായത് കള്ളല്ലടാ, ലവ്, പ്യാർ, കാതൽ. എന്റെ അടുത്തോ? ഓക്കെ ഓക്കെ ഓക്കെ, നീ എന്തിനാ വന്നേന്ന് പറ. ഞാനിപ്പോ എന്തിനാ വന്നേന്നറിയണോ അല്ലേ? നിന്റെ ക്യാരക്ടർ ഒട്ടും കൊള്ളില്ലെന്ന് പറയാൻ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായോടാ? ചേട്ടാ ഇതാ. ഇവനേതാടാ? ഇപ്പൊ പറയടാ, ഞാൻ കാരണം നിനക്ക് എന്തു പ്രശ്നമോ വന്നേ? നീ എന്താ ചോദിക്കാൻ വേണ്ടി വന്നേ? പറ. ഞാൻ വന്നതേ നിന്നോട് ചോദിക്കാൻ വേണ്ടിയല്ല, കുറച്ച് പറയാൻ വേണ്ടിയാ. ആ ശരി, നീ പറ. നീ പറയടാ. ആ മറ്റവനെ നീ വെട്ടി വെട്ടി കൊന്നു കളഞ്ഞില്ലേ? അത് അവനെയല്ലേ. അവനെ ഞാൻ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാ അവൻ എന്തായാലും എന്നെ കൊല്ലുമായിരുന്നു. നിങ്ങൾ ആരെ വേണേലും കൊന്നു കളഞ്ഞോടാ. പക്ഷെ എന്റെ പ്രോബ്ലം അതല്ലടാ. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത്. എൻഗേജ്മെന്റ് ആണോ? ആ എൻഗേജ്മെന്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ അവിടെ സംസാരിച്ചിട്ട് വന്നു, പക്ഷെ ഞാൻ അവിടെ മയങ്ങി കിടക്കുമായിരുന്നു. ഏയ്, നീ ഓട്ടോറിക്ഷ പോലെ അങ്ങനെ ചുറ്റി ചുറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. റോക്കറ്റ് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റിലേക്ക് വാ. ഇപ്പൊ പറയാം. ആ ഡോക്ടർ അനിയത്തി ഞാനും തമ്മിൽ സ്നേഹത്തില. നീ അവളെ മറന്നു കളയണം. പിന്നെ വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. നീ ആരുടെ പെങ്ങളെ വേണേലും പ്രണയിച്ചോ, പക്ഷെ ഞാനെന്തിനാ അവളെ മറക്കുന്നേ? ചേട്ടാ, അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നേ നിങ്ങളുടെ ചെറിയെ കുറിച്ചാ. ആടാ, ചെറിയെ പറ്റി തന്നെ. ചെറി ചെറി. ചേട്ടാ 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 അയ്യോ ചേട്ടാ, കരയില്ലേട്ടാ. എന്ത് പറ്റി? ചേട്ടാ ചേട്ടാ പറയുന്നേക്ക്. ചെറിയാണോ? ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാടാ. നീ അവളെ എന്തായാലും മറന്നേ പറ്റുള്ളൂ. ദാ, എന്റെ ചേട്ടൻ പ്രേമിക്കുന്ന പെണ്ണിനെ നീ നീ പ്രേമിച്ചാണല്ലോ. പ്രേമിച്ചേ. നിന്നെ എന്താ എന്താ ചെയ്യാൻ ചെയ്യുന്നത് പോകുന്നത്? കണ്ടോ നീ? ശരിയാക്കി തരടാ. എന്നെ എന്താടാ നീയൊക്കെ ചെയ്യാൻ പോകുന്നത്? ദാ ഇവിടെ നോക്കടാ, ഇതെന്റെ പ്രേമം സംബന്ധിച്ച കാര്യമാ. ആരെങ്കിലും ഇടയെ കയറാൻ വന്നാണ്ടല്ലോ ഒരു തീർത്തുകളയും. എന്നെ പറ്റി നിനക്കൊന്നും ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാ. എടാ, മുടി പറിച്ചെടുക്കുന്ന പോലെ പ്രേമം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എടാ ലവ്വാടാ. പ്രേമമൊക്കെ എന്താന്ന് അറിയാത്തവന്മാരുടെ കൂടെ കൈ വെക്കടാ. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, വേണ്ട. കള്ളു കുടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാ ഫീൽഡിൽ നമ്മളെ പേര് പോവും ചേട്ടാ. വേണ്ട ചേട്ടാ. അയ്യോ. ഹേയ്, ഇപ്പൊ മുതൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തീർന്നു. ചെറിയ എന്റെയാ. അവൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നീ വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ തീർത്തളയും. പിന്നെ കട്ടിയാൻ വരുന്നൊരുതൻ. ആ എവിടെ നോക്കടാ. ചെറിയാരെ പ്രേമിക്കുന്ന നമുക്കറിയാം. അവൾ ആരെയാ പ്രേമിക്കുന്നത്, ആരോടുള്ള പ്രേമ ജയിക്കുന്നതൊക്കെ നമുക്ക് നോക്കാടാ. എന്റെ അടുത്ത് നീ ചലഞ്ച് ചെയ്യണോ? ചാലഞ്ച് തന്നെടാ. ചലഞ്ചാണോന്ന്? ചാലഞ്ച്. ഫ്രണ്ടാണത്ര ഫ്രണ്ട്. കൊലയാളികൾ. എടാ, നിനക്കൊന്നുവേ എന്റെ തനി സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. എല്ലാത്തിലും ഒന്ന് അലമ്പുണ്ടാക്കുമ്പോ നിൽക്കുക. പ്രേമിക്കുന്ന ഒരുത്തനെ പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാർ. ഇങ്ങോട്ട് താടാ. ഇങ്ങോട്ട് താടാ. പോ. തന്നിട്ട് പോടാ. പോ. നിന്റെ അടുത്തിന് പ്രത്യേകം ചോദിക്കണോ? എന്നിട്ട് താടാ. ആ സേട്ട് പൈസ തന്നായിരുന്നോ? ഇങ്ങോട്ട് എടുക്കടാ. ഇങ്ങോട്ട് എടുക്കാൻ. സിദ്ധു, എന്താ? നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ? അത് ഞാൻ പിന്നെ പറയാം. ഇവനെ ചെക്ക് ചെയ്യ്. ഹലോ സാർ, അവന്റെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അതിനയാൾ നിങ്ങളുടെ ചോദിച്ചു. ഇവിടെ നോക്ക് സാർ, ഞങ്ങൾ എങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്കുള്ള ബഹുമാനം പോകും സാർ. നിൽക്ക് രാജേഷേ, സാർ. ഇവനെ ചെക്ക് ചെയ്യ്. യെസ് സാർ. സാർ, ആഹാ, സാർ ഇവന്റെ ഒരെണ്ണമുണ്ട്, നോക്ക് സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ നമസ്കാരമുണ്ട്. താങ്ക് യു പ്രേം. സാറേ, പബ്ലിക്കിൽ ഇങ്ങനെ തോക്കായിട്ടൊക്കെ നടക്കുന്നത് ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ സാർ? അതെ, കേസ് കഴിയുന്നവരേക്കും പെർമനന്റ് ജയിലാ. കുറെ നാൾക്ക് ശേഷം പെട്ടതല്ലേ, നന്നായിട്ടൊന്ന് ഗൗനിച്ച് വിട്ടേരെ. യാർ പെത്ത മകനോ നീ, യാർ പെത്ത മകനോ. ഓഹോ, ഇതിപ്പോ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. സിദ്ധു, ജീപ്പ് കയറ്. ഏയ്, നീ ആരാ?
എന്തിനാ നീ ജീപ്പിൽ കയറുന്നേ? നിനക്കിതായിട്ട് എന്താ ബന്ധം? വാ വാ വാ. ഏയ് ഗണ്ണിരിക്കുന്ന എന്റെ കയ്യിലല്ലേ. നിങ്ങൾ ആരെന്ന് പോലും എനിക്കറിയില്ല. പോവാൻ നോക്ക്. പോ. ദാ, 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കാം. മര്യാദക്ക് ജീപ്പിൽ കയറിക്കോ. സാർ, ഗണ്ണ് ആരുടെ കയ്യിലുണ്ടായിരുന്നേ? ഞങ്ങളുടെ അടുത്തല്ലേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പോലെ. അറസ്റ്റ് ചെയ്യ്. അവന് നിങ്ങളുടെ കൂടെ തന്നെ വന്ന്. ഞങ്ങളുടെ കൂടെ വന്നത് വെച്ച് അവൻ എല്ലാരും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങള് എന്ത് പ്രൂഫാ നിങ്ങളുടെ കയ്യിലുള്ളത്? നീ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഇവന്മാരെ പിടിച്ചോണ്ട് ആ, നിന്നെ പിടിച്ചോണ്ട് പോകും. പോവാൻ നോക്ക്. പോ പോ. അല്ല മക്കളെ, ത്യാഗം ചെയ്യാണോ? നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിക്കോടാ. കേരള ജീപ്പിൽ